ബഡ്ജറ്റ്സ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മളിപ്പോൾ ക്യാഷ് ബഡ്ജറ്റാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അല്ല, ക്യാഷ് ബഡ്ജറ്റ് അല്ല, ഫ്ലെക്സിബിൾ ബഡ്ജറ്റ്. ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് ഒരു കണക്ക് നമ്മൾ ചെയ്തു. അതുപോലെ അടുത്ത പ്രോബ്ലം, അതായത് പ്രാക്ടിക്കൽ പ്രോബ്ലം നമ്പർ 14 ആണ്. 14 കണക്കാണ്. ബഡ്ജറ്റ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ ചാപ്റ്ററിൽ പ്രാക്ടിക്കൽ പ്രോബ്ലം നമ്പർ 14. ആ പ്രോബ്ലം തന്നിരിക്കുന്നതാണ്. 10,000 യൂണിറ്റ്സിൻ്റെ ബഡ്ജറ്റാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. പ്രിപ്പയർ ബഡ്ജറ്റ് ഫോർ 6,000 ആൻഡ് 8,000 യൂണിറ്റ്സ് എന്നാണ്. അപ്പോൾ ആദ്യം നമ്മൾ നേരത്തെ പഠിച്ചവർക്ക് തന്നെ ഹെഡിങ് കൊടുക്കും, ഫ്ലെക്സിബിൾ ബഡ്ജറ്റ്സ്. ഫ്ലെക്സിബിൾ ബഡ്ജറ്റ്സ് ഇവിടെ തന്നിരിക്കുന്ന 10,000 യൂണിറ്റ്സ് ആണ്. തയ്യാറാക്കേണ്ടത് 6,000 യൂണിറ്റ്സ്, 8,000 യൂണിറ്റ്സ്. അപ്പോൾ നമ്മൾ വലത്തോട്ട് മാറ്റി 10,000 യൂണിറ്റ്സ്, 10,000 യൂണിറ്റ്സ്, അടുത്ത 6,000 യൂണിറ്റ്സ്, അടുത്ത 8,000 യൂണിറ്റ്സ്. ഓരോ ഹെഡിലും പെർ യൂണിറ്റ് ടോട്ടൽ കോസ്റ്റ്, പെർ യൂണിറ്റ് ടോട്ടൽ കോസ്റ്റ്. ഇവിടെയും പെർ യൂണിറ്റ് ടോട്ടൽ കോസ്റ്റ്. ഇവിടെ ഐറ്റംസ് തന്നിരിക്കുന്നത് മെറ്റീരിയൽ, ലേബർ, അതുകൂടാതെ വേരിയബിൾ എക്സ്പെൻസ് ഡയറക്റ്റ് ഉണ്ട്. അപ്പോൾ ആദ്യം എടുക്കേണ്ടത് മെറ്റീരിയൽ, അടുത്ത ലേബർ, പിന്നെ ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അത് എടുക്കണം. ഇത് മൂന്നും കൂടെ കൂട്ടുന്നതാണ് പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം മെറ്റീരിയൽ, മെറ്റീരിയൽ 70 പെർ യൂണിറ്റാണ്. അങ്ങനെയാണെങ്കിൽ 10,000-ന് 70 ഇൻറ്റു 10,000 ആണ്. അപ്പോൾ ഇവിടെ വരുന്നത് 7 ലക്ഷമാണ്, 7 lakhs. ഇവിടെ പെർ യൂണിറ്റ് 70. അങ്ങനെയാണെങ്കിൽ 6,000 യൂണിറ്റ്സിന് 70 ഗുണം 6,000, 7 6 42. പിന്നെ 4 zeros, ദാറ്റ് മീൻസ് 4,20,000. ഇവിടെയും 70 പെർ യൂണിറ്റ്. 8 56, 5,60,000 മെറ്റീരിയൽ എഴുതി. അടുത്ത ഐറ്റം ലേബറാണ്. ലേബർ ഒരു യൂണിറ്റ് 25. 10,000-നാവുമ്പോൾ 2,50,000. ഇവിടെ 25 രൂപ വെച്ച് 6,000-ന് 25 6 150, 1,50,000. ഇവിടെ 25 രൂപ വെച്ച് 25 8 200, 2 ലക്ഷം വരും. ഇവിടെ മെറ്റീരിയലും ലേബറും. പിന്നെ കണക്കിൽ ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ട്, വേരിയബിൾ എക്സ്പെൻസ് ഡയറക്റ്റ് എന്ന് പറയും. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് എക്സ്പെൻസ്, ഡയറക്റ്റ് എക്സ്പെൻസ് ഇവിടെ 5 രൂപയാണ്. 5, 10,000-ന് 50,000. ഇവിടെ 5 രൂപ വെച്ച് 6,000-ന് 30,000. 5 രൂപ വെച്ച് 8,000 യൂണിറ്റ്സിന്
40,000. ഇത് ടോട്ടൽ ചെയ്യണം. ടോട്ടൽ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് പ്രൈം കോസ്റ്റ് എന്ന് പറയും. പ്രൈം കോസ്റ്റ്. പ്രൈം കോസ്റ്റ് ഈസ് ദ സം ടോട്ടൽസ് ഓഫ് all those direct cost such as direct material, direct labor, direct expenses. അപ്പോൾ ഇവിടെ 0 0 5 10 1 2 3 പേരും 10 100. ഇവിടെ 5 10 1 2 3 പേരും 10 2 4 7 ലക്ഷം 2 ലക്ഷം 50,000 7 2 3 10 ലക്ഷം. ഇവിടെ 100 0 0 0 0 3 5 8 2 10 1 1 2 4 6 6 ലക്ഷം. ഇവിടെ 100 5 60 6 2 8 ലക്ഷം. പ്രൈം കോസ്റ്റ്. നെക്സ്റ്റ് വേരിയബിൾ ഓവർ ഹെഡും ഉണ്ട്, ഫിക്സഡ് ഓവർ ഹെഡും ഉണ്ട്. ഇത് രണ്ടും ഫാക്ടറി ഓവർ ഹെഡാണ്. ഫാക്ടറി ഓവർ ഹെഡ് അതിൽ വേരിയബിളും ഉണ്ട്, ഫിക്സഡും ഉണ്ട്. ആദ്യം വേരിയബിൾ. വേരിയബിൾ ഇവിടെ 20 രൂപ വെച്ചാണ്. 20 വേരിയബിൾ എന്ന് വേരി ചെയ്യും. ഉൽപ്പാദനം കൂടുന്നതനുസരിച്ച് കൂടും, കുറയുന്നതനുസരിച്ച് കുറയും. അതാണ് വേരിയബിൾ ഓവർ ഹെഡ്സ്. വേരി ചെയ്യും. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ലെവൽസ് ഓഫ് ഔട്ട്പുട്ട് എന്നാണ്. അപ്പോൾ ഇവിടെ 20 രൂപ വെച്ച് 10,000 2 ലക്ഷമാണ്. 2 lakhs. 20 രൂപ വെച്ച് 6,000 1,20,000. 20 രൂപ വെച്ച് 8,000 1,60,000. നെക്സ്റ്റ് ഫിക്സഡ് ഓയറ്റ്സ് ആണ്. ഫിക്സഡ് ഓയറ്റ്സ് വേരിയബിൾ. ഫാക്ടറി ഓവർഹെഡിൽ വേരിയബിൾ, അടുത്ത ഫിക്സഡ്. ഫിക്സഡ് ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് 10 രൂപയാണ്. 10,000 യൂണിറ്റ്സിന് 10 രൂപ വെച്ചാകുമ്പോൾ 1 ലക്ഷമാണ്. 1 ലക്ഷം. ഇത് ഫിക്സഡാണ്. അത് 10,000 ആയാലും കൊള്ളാം, 6,000 ആയാലും കൊള്ളാം, 8,000 ആയാലും കൊള്ളാം. ടോട്ടൽ കോസ്റ്റ് മാറ്റമില്ല, ഫിക്സഡ് ആയിരിക്കും. അപ്പോൾ ഇവിടെ 1 lakh, ഇവിടെയും 1 lakh. ഇവിടെ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 1 lakh ഡിവൈഡ് ബൈ 6,000 ആണ്. അതായത് 1 lakh ഡിവൈഡഡ് ബൈ 1 lakh ഡിവൈഡഡ് ബൈ 6,000 ഈക്വൽസ് 16.666 അങ്ങനെ വരും. അപ്പോൾ നമുക്കെടുക്കാം 16 രൂപ 67 പൈസ എടുക്കാം. ഇവിടെ പെർ യൂണിറ്റ് എടുക്കൽ 1 lakh ഡിവൈഡ് ബൈ 8,000 ആണ്. 1 lakh ഡിവൈഡ് ബൈ 8,000 ഈക്വൽസ് 12.5 ആണ്. 12 രൂപ 50 പൈസയാണ്. അപ്പോൾ ഇവിടെ ഫാക്ടറി ഓവർ ഹെഡ് അതിൻ്റെ വേരിയബിളും എടുത്തു, ഫിക്സഡും എടുത്തു. ഇനി ടോട്ടൽ ചെയ്യാണ്.
0 0 0 1 2 3 1 130. ഇവിടെ വരുമ്പോൾ 1,30,000 ആണ്. ഇവിടെ 7 6 6 1 2 3 136.67. ഇവിടെ വരുമ്പോൾ 6 1 7 1 8 8 20,000. ഇവിടെ വരുമ്പോൾ 0.50 2 1 2 3 132 രൂപ 50 പൈസ. ഇവിടെ വരുമ്പോൾ 8 1 9 1 10 10,60,60,000. ഈ കിട്ടിയത് വർക്ക് കോസ്റ്റാണ്. വർക്ക് കോസ്റ്റ്. നെക്സ്റ്റ് സെല്ലിംഗ് OH ആണ്. സെല്ലിംഗ് OH ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻ OH ഉണ്ട്, ഇവിടെ അഡ്മിനിസ്ട്രേറ്റീവ് OH. അടുത്തായിട്ട് വിളിക്കേണ്ടത് അഡ്മിനിസ്ട്രേറ്റീവ് OH ആണ്. വർക്ക് കോസ്റ്റിൻ്റെ കൂടെ അഡ്മിനിസ്ട്രേറ്റീവ് OH കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അത് കോസ്റ്റ് ഷീറ്റാണ്, പഠിച്ചിട്ടുള്ളതാണ്, കോസ്റ്റ് അക്കൗണ്ടിങ്. ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ് കൂട്ടുമ്പോൾ പ്രൈം കോസ്റ്റ്. അതിൻ്റെ കൂടെ ഫാക്ടറി ഓവർഹെഡ് കൂട്ടുമ്പോൾ വർക്ക് കോസ്റ്റ്. അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് കൂട്ടുമ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. സെല്ലിംഗ് ഓവർഹെഡ്, ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് കൂട്ടുമ്പോൾ കോസ്റ്റ് ഓഫ് സെയിൽസ്. അപ്പോൾ ഇവിടെ വർക്ക് കോസ്റ്റ് വരെ വന്നു. ഇനി എടുക്കേണ്ടത് അഡ്മിനിസ്ട്രേറ്റീവ് OH ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് OH ഇവിടെ 50,000 എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. 50,000 എത്രയുണ്ട്? 10,000. അപ്പോൾ ഒരു യൂണിറ്റ് എത്രയാണെന്ന് വെച്ചാൽ 50,000 ഡിവൈഡ് ബൈ 10,000 ആണ്. 5 രൂപയാണ്. 5 രൂപ. ഇവിടെ 50,000. അത് വേരിയബിൾ എന്നോ ഫിക്സഡ് എന്നോ പറഞ്ഞിട്ടില്ല. അപ്പം നമ്മൾ അസ്യൂം ചെയ്യേണ്ടത് അത് ഫിക്സഡ് ആണെന്നുള്ളതാണ്. ഇവിടെ വേരിയബിൾ ഇല്ല. അപ്പോൾ ഈ 50,000 തന്നെയാണ് 6,000-ൻ്റെയും ടോട്ടൽ, 8,000-ൻ്റെയും ടോട്ടൽ. അപ്പോൾ ഇവിടെയും 50,000, ഇവിടെയും 50,000 കൊടുക്കും. ഇനി പെർ യൂണിറ്റ് കാണും. 50,000 ഡിവൈഡ് ബൈ 6,000 ആണ്. 50,000 ഡിവൈഡ് ബൈ 6,000 ഈക്വൽസ് 8 രൂപ 33 പൈസയാണ്. 8 രൂപ 33 പൈസ. അവിടെ 50,000 ഡിവൈഡ് ബൈ 8,000 ആണ്. 50,000 ഡിവൈഡ് ബൈ 8,000 8,000 ഈക്വൽസ് 6.25 ആണ്. 6 രൂപ 25 പൈസ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്. അത് കൂട്ടുക. അത് കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനാണ്. അപ്പം നമുക്കിവിടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇവിടെ 0 0 5 3 1. അപ്പോൾ അതായത് 0 0 0 0 8 1 1,80,000 ആണ്. ഇവിടെ വരുമ്പോൾ 7 3 10 1 3 4 10 1 9 15 1 3 4 1. ഇവിടെ വരുമ്പോൾ 8 20 50 8,70,000. ഇവിടെ വരുമ്പോൾ 5 7 2 6 8 3 1. ഇവിടെ വരുമ്പോൾ 10,60,000. 0 0 0 6 5 11 1 1 11,10,000. ഇത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. നെക്സ്റ്റ് സെല്ലിംഗ് ഓവർഹെഡാണ്. സെല്ലിംഗ് ഓവർഹെഡ് അത് നേരത്തെ കണക്ക് ചെയ്ത പോലെ തന്നെ മൊത്തം 13 രൂപയാണ്. 13ൻ്റെ 10% ഫിക്സഡാണ്. അതിൽ ഫിക്സഡ് എന്ന് പറയുന്നത്
13-ന്റെ 10%. 13-ന്റെ 10% 1 രൂപ 30 പൈസ ഫിക്സഡാണ്. ഫിക്സഡാണ് 1 രൂപ 30 പൈസ ഫിക്സഡ്. അങ്ങനെയാണെങ്കിൽ 10,000-ന് 1.30 ഇൻറ്റു 10,000 എന്നാണ്. 10,000 അതായത് എത്ര വരും? 13,000 വരും. 13,000. ഇത് ഫിക്സഡാണ്. അപ്പോൾ ഇവിടെയും 13,000 ആണ്. ഇവിടെയും 13,000 ആണ്. ഇവിടെ പെർ യൂണിറ്റ് കാണാം. ഫിക്സഡാണ്. 13,000 ഡിവൈഡ് ബൈ 6,000 ആണ്. 13,000 ഡിവൈഡ് ബൈ 6,000 ആണ്. 6,000 ഈക്വൽസ് 2.16 ആണ്. 2.16. അവിടെ 13,000 ഡിവൈഡ് ബൈ 8,000 ആണ്. 8,000 ഈക്വൽസ് 1.625. 1.63 എടുക്കാം. 1.63. നെക്സ്റ്റ് വേരിയബിളാണ്. അത് 13-ന്റെ 90% വേരിയബിളാണ്. 10% ഫിക്സഡാണ്. അപ്പോൾ 1 രൂപ 30 പൈസ ഫിക്സഡ് പോയിട്ട് ബാക്കി 90%. 13-ന്ന് 1 രൂപ 30 പൈസ കുറയും. 11 രൂപ 70 പൈസ. 11 രൂപ 70 പൈസയാണ്. 11.70. 0 7 3 10 1 2 1 3 1 13. ശരിയാണ്. അപ്പോൾ ഇവിടെ വേരിയബിളാണ്. 1170 ഇൻറ്റു 10,000 ആണ്. ഇൻറ്റു 10,000 വരുമ്പോൾ 11,700. 11,700. 7,000 ആണ്. 1,17,000 വരും. അതുപോലെ ഇവിടെ 11 രൂപ 70 പൈസ വെച്ച് 6,000. സെല്ലിംഗ് ഓവർഹെഡ് മൊത്തം നൽകിയ 13 അതിൻ്റെ 10% ഫിക്സഡാണ്. ദാറ്റ് മീൻസ് 1 രൂപ 30 പൈസ വെച്ച് 10,000-ന് 13,000. ഇപ്പം എല്ലാ ഹെഡിലും 13,000 ടോട്ടൽ വരുന്നത്. പെർ യൂണിറ്റ് കാണാൻ ഇവിടെ 13,000/6,000, 13,000/8,000. അടുത്തത് 90% വേരിയബിളാണ്. വേരിയബിൾ വെച്ചാൽ വേരി ചെയ്യും. 11 രൂപ 70 പൈസയാണ്. അപ്പം അങ്ങനെ 10,000-ന് 1,17,000. 11,70 വെച്ച് 6,000 ഇൻറ്റു 6,000 70,200. 11,70 വെച്ച് 8,000-ന് 93,600. ഇത് ടോട്ടൽ ചെയ്യാം. ഇവിടെ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡും കൂടെ എടുത്തതിന് ശേഷം ടോട്ടൽ ചെയ്താൽ മതി. ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് അതിവിടെ 7 അതിൽ ഫിക്സഡ് 7-ന്റെ 20% ഫിക്സഡാണ്. 7 രൂപയുടെ 20%. ഒരു രൂപ 40 പൈസ. ഇത് ഫിക്സഡാണ്. 1 രൂപ 40 പൈസ വെച്ച് 10,000-ന് വരുന്നത്
14,000. 14,000 ഇത് ഫിക്സഡാണ്. അപ്പോൾ എല്ലാ ഹെഡിലും ടോട്ടൽ 14,000 ആയിരിക്കും. 14,000. അപ്പോൾ പെർ യൂണിറ്റ് കണ്ടുപിടിക്കാൻ 14,000 ഡിവൈഡ് ബൈ 6,000. 14,000 ഡിവൈഡ് ബൈ 6,000 സമം 2 രൂപ 33 പൈസ ഇവിടെ വരും. അടുത്ത അവിടെ 14,000 ഡിവൈഡ് ബൈ 8,000 ആണ്. 8,000 ഈക്വൽസ് 1 രൂപ 75 പൈസ. നെക്സ്റ്റ് വേരിയബിളാണ്. വേരിയബിൾ 7-ൽ 20% 1 പൈസ. അപ്പം 7 രൂപയുടെ 80%. 5 രൂപ 60 പൈസ വരും. 0, 6, 4, 10, 1, 5, 6, 1, 7. 5 രൂപ വേരിയബിളാണ്. 5 രൂപ 60 പൈസ വെച്ച് 10,000 വരുമ്പോൾ 56,000 വരും. 5 രൂപ 60 പൈസ വെച്ച് 6,000 വരുമ്പോൾ 5 രൂപ 60 പൈസ 5.60 ഇൻറ്റു 6,000 ഈക്വൽസ് 33,600. ഇവിടെ 5 രൂപ 60 പൈസ വെച്ച് 8,000-നാണ്. 5.60 ഇൻറ്റു 8,000 ആണ്. 8,000 ഈക്വൽസ് 44,800 ആണ്. 44,800. ഇത് ടോട്ടൽ ചെയ്യണം. ടോട്ടൽ ചെയ്യുമ്പോൾ ഇവിടെ 0, 6, 4, 10, 7, 17, 3, 20, 2, 5, 7, 1, 8, 1, 9, 1, 10, 5, 15, 1, 1, 2, 3, 5, ഇവിടെ 1, 155. ഇവിടെ വരുമ്പോൾ 0, 0, 0, 6, 4, 10, 7, 17, 3, 20, 2, 5, 7, 1, 8, 1, 9, 10, 18, 18, 1, 1, 2, 1, 3. അതുപോലെ ഇത് 6, 3, 9, 6, 3, 9, 16, 17, 1, 5, 6, 8, 1, 9, 2, 11, 5, 16, 1, 2, 2, 4, 4, 8, 1, 0, 0, 6, 2, 8, 3, 4, 7, 3, 10, 1, 3, 4, 1, 5, 7, 12, 1, 13, 7, 20, 2, 8, 10. ഇവിടെ 5, 3, 8, 5, 13, 1, 6, 7, 14, 7, 21, 6, 27, 7, 34, 3, 5, 8, 9, 10, 11, 8, 19, 19, 1, 1, 2, 3, 5, 1. ഇവിടെ 0, 0, 8, 6, 14, 1, 4, 5, 4, 9, 3, 12, 3, 15,
എന്നാൽ 5 1 6 9 15 1 16 1 17 1 2 1. ഇതിവിടെ ടോട്ടൽ കോസ്റ്റ് ഇതാണ്. അതായത് 10,000 യൂണിറ്റ്സിൻ്റെയാണ് തന്നിരിക്കുന്നത്. അതിൽ നമ്മൾ തയ്യാറാക്കിയത് 6,000 യൂണിറ്റ്സിൻ്റെയും 8,000 യൂണിറ്റ്സിൻ്റെയാണ്. അപ്പം നമ്മൾ കോസ്റ്റ് ഷീറ്റ് തയ്യാറാക്കുന്ന കണക്ക് തന്നെ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് അതുപോലെയാണ്. മെറ്റീരിയൽ, ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ് കൂട്ടി പ്രൈം കോസ്റ്റ്. ഫാക്ടറി ഓവർഹെഡ് ഇവിടെ വേരിയബിൾ ഉണ്ട്, ഫിക്സഡ് ഉണ്ട്. കൂട്ടുമ്പോൾ വർക്ക് കോസ്റ്റ്. അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് ഈ കണക്കിൽ ഫിക്സഡ് മാത്രം, കൂട്ടുമ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. സെല്ലിംഗ് ഓവർഹെഡ് സെല്ലിംഗ് ഓവർഹെഡിൽ ഫിക്സഡും ഉണ്ട്, വേരിയബിളും ഉണ്ട്. ഫിക്സഡ് എന്ന് പറയുമ്പോൾ യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നത് കൂടുന്നതനുസരിച്ച് കുറയുന്നതനുസരിച്ചാണെങ്കിലും ആ ഓവർഹെഡ് ചേഞ്ച് ചെയ്യത്തില്ല. അവിടെ ടോട്ടൽ സെയിം ആയിരിക്കും. എന്നാൽ അവിടെ പെർ യൂണിറ്റ് മാറ്റം വരും. എന്നാൽ വേരിയബിൾ ഓവർഹെഡ് ആകുമ്പോൾ അത് കൂടുന്നതും കുറയുന്നതനുസരിച്ച് ടോട്ടൽ ഓവർഹെഡ് വേരി ചെയ്യും. അപ്പോൾ അതും കൂടെ കൂട്ടിക്കിട്ടും. അപ്പോൾ സെല്ലിംഗ് ഓവർഹെഡിൽ ഫിക്സഡ് എടുത്തു, വേരിയബിൾ എടുത്തു. ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡിൽ ഫിക്സഡ് എടുത്തു, വേരിയബിൾ എടുത്തു. ടോട്ടൽ കോസ്റ്റ്. ഇതാണ് ഫ്ലെക്സിബിൾ ബഡ്ജറ്റിൻ്റെ ഒരു പ്രോബ്ലം. അടുത്തത് മറ്റൊരു കണക്ക്. ആ ടെക്സ്റ്റിലെ തന്നെ, ദാറ്റ് മീൻസ് ആ ബഡ്ജറ്റ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ, ആ ചാപ്റ്ററിൽ പ്രാക്ടിക്കൽ പ്രോബ്ലം നമ്പർ 18 ആണ്. നമ്പർ 18, പ്രാക്ടിക്കൽ പ്രോബ്ലം നമ്പർ 18. അവിടെ തന്നിരിക്കുന്നത് നമുക്ക് 60% കപ്പാസിറ്റിയുടെ ബഡ്ജറ്റ് തന്നിരിക്കുന്നു. ഫൈൻഡ് ഔട്ട് ദി ഓവർഹെഡ് കോസ്റ്റ് ഓഫ് 50% ആൻഡ് 70% കപ്പാസിറ്റി എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. 60% കപ്പാസിറ്റിയുടെ ബഡ്ജറ്റാണ്. നമ്മൾ തയ്യാറാക്കേണ്ടത് 50% കപ്പാസിറ്റിയുടെയും 70% കപ്പാസിറ്റിയുടെയും ബഡ്ജറ്റ് തയ്യാറാക്കണം. ഈ മോഡൽ പരീക്ഷയ്ക്ക് പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെയും നമ്മൾ ആദ്യം ഹെഡിങ് കൊടുക്കുന്നതാണ് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ്സ്. ഫ്ലെക്സിബിൾ ബഡ്ജറ്റ്സ്. ഫ്ലെക്സിബിൾ ബഡ്ജറ്റ്. ഇവിടെ കപ്പാസിറ്റി തന്നിരിക്കുന്നത് വലത്തോട്ട് മാറ്റി ഇവിടെ യൂണിറ്റ് അല്ല പെർസെൻറ്റേജ് കൊടുക്കണം. ദാറ്റ് മീൻസ് തന്നിരിക്കുന്ന 50% ആണ് ബഡ്ജറ്റ്. നമ്മൾ തയ്യാറാക്കേണ്ട തന്നിരിക്കുന്ന 60% കപ്പാസിറ്റി ബഡ്ജറ്റ് തന്നിരിക്കുന്നത്. തയ്യാറാക്കേണ്ട 50 ആൻഡ് 70. അപ്പോൾ 60% കപ്പാസിറ്റി. അടുത്ത് വേണ്ടത് 50% കപ്പാസിറ്റി ആൻഡ് 70% കപ്പാസിറ്റി. 70% കപ്പാസിറ്റി. ഇങ്ങനെ 3 ഹെഡ് കൊടുത്തു. അടുത്തതിന് ഇവിടെ വേരിയബിൾ ഓവർഹെഡ്. നമ്മൾ കോസ്റ്റ് ഷീറ്റ് മോഡലിലല്ല ഈ ചോദ്യം തന്നിരിക്കുന്നത്. ഇവിടെ മെറ്റീരിയൽ, ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്, ഫാക്ടറി ഓവർഹെഡ്, സെല്ലിംഗ് ഓവർഹെഡ്, ഡിസ്ട്രിബ്യൂഷൻ ഓവർ അങ്ങനെയല്ല. ഇവിടെ വേരിയബിൾ ഓവർഹെഡ്. അവിടെ ഇൻഡയറക്റ്റ് ലേബർ ഉണ്ട്, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ഉണ്ട്, സെമി വേരിയബിൾ ഉണ്ട്. റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് അതിൽ 70% ഫിക്സഡ് ആണ്, 30% വേരിയബിൾ ആണ്. ഇലക്ട്രിസിറ്റി 50% ഫിക്സഡ് ആണ്, 50% വേരിയബിൾ ആണ്. പിന്നെ മറ്റ് ഫിക്സഡ് ഓവർഹെഡ്. അപ്പോൾ ഇങ്ങനെ ആയിരിക്കുന്നത്.
അപ്പം നമുക്ക് നേരിട്ട് അങ്ങ് ചെയ്ത് വെച്ചാൽ മതി. ഇപ്പോൾ വേരിയബിൾ ഓവർ ഹെഡ് എടുക്കുകയാണ്. വേരിയബിൾ ഓവർ ഹെഡ്, ഇവിടെ വേരിയബിൾ വന്നിരിക്കുന്നത് ഇൻഡയറക്റ്റ് ലേബർ. ഇൻഡയറക്റ്റ് ലേബർ അത് 60% കപ്പാസിറ്റിക്ക് 10,500 10,500 ഇവിടെ. ഇത് വേരിയബിളാണ്. അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് കപ്പാസിറ്റി കൂടുകയോ കുറയുകയോ ചെയ്താൽ ഈ ഓവർ ഹെഡും വേരി ചെയ്യും. ഓവർ ഹെഡ് ചേഞ്ച് ചെയ്യും. കൂടിയാൽ ഓവർ ഹെഡ് കൂടും, കുറഞ്ഞാൽ ഓവർ ഹെഡ് കുറയും. അപ്പോൾ ഇവിടെ നമുക്ക് 60%-ന് 10,500 ആണ്. അങ്ങനെയാണെങ്കിൽ 50-ക്ക് എത്രയാണ്? അത് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണ്. 10,500 60-ക്കാണെങ്കിൽ 50-ക്ക് എത്ര? ഇങ്ങനെ എടുക്കുന്നു. അപ്പം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കാം. 10,500 ഡിവൈഡ് ബൈ 60 ഇൻറ്റു 50 ആണ്. ഈക്വൽസ് 8,750 ആണ്. 8,750. അതുപോലെ ഇവിടെ 10,500 60-ക്കാണെങ്കിൽ 70-ക്ക് എത്രയാണ്? നമ്മളിതുപോലെ കാൽക്കുലേറ്റ് എടുക്കണം. 10,500 ഡിവൈഡ് ബൈ 60 ഇൻറ്റു 50 ആണ്. ഇൻറ്റു 50 അല്ല, 70 ആണ്. 10,500 ഇൻറ്റു 70 ബൈ 60 ഈക്വൽസ് 12,250 ആണ്. 12,250. 12,250. അപ്പോൾ ഇവിടെ 60% കപ്പാസിറ്റിക്ക് 1,500. അങ്ങനെ 50%-ന് 8,750. 70%-ന് 12,250. അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ഇവിടെ തന്നിരിക്കുന്നത്. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ 8,400. 8,400. അത് ഇതുപോലെ തന്നെ 8,400 60-ക്കാണ്. അങ്ങനാണെങ്കിൽ 50-ക്ക് എത്ര? 8,400 അത് 60% കപ്പാസിറ്റിക്കാണ്. 60. അങ്ങനാണെങ്കിൽ 50-ക്ക് എത്ര? ഈക്വൽസ് 7,000 ആണ്. 7,000. അതുപോലെ ഇവിടെ 8,400 60-ക്കാണെങ്കിൽ 70-ക്ക് എത്ര? 8,400 ഡിവൈഡ് ബൈ 60 ഇൻറ്റു 70 ആണ്. 70 ഈക്വൽസ് 9,800. അപ്പോൾ വേരിയബിൾ OH, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ. നെക്സ്റ്റ് വൺ സെമി വേരിയബിൾ ആണ്. സെമി വേരിയബിൾ ഓവർഹെഡ്. സെമി വേരിയബിൾ ഓവർഹെഡിൽ തന്നിരിക്കുന്ന ഐറ്റംസ് റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ്. റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് ആണ്. റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസിൻ്റെ ടോട്ടല് 7,000 തന്നിട്ടുണ്ട്. 7,000-ൻ്റെ 70% ഫിക്സഡും
30% വേരിയബിളുമാണ്. അപ്പോൾ ഇവിടെ ഫിക്സഡ് 7,000-ൻ്റെ 70% ആണ്. ഇത് ഫിക്സഡ് ആണ്. അതിൻ്റെ 70% 749 4,900 ആണ്. അത് ഫിക്സഡ് ആണ്. അപ്പം പെർസെൻറ്റേജ് ഓഫ് കപ്പാസിറ്റി കൂടിയാലും കുറഞ്ഞാലും അവിടെ ഓവർ ഹെഡിന് ചേഞ്ച് വരുന്നില്ല. 4,900 തന്നെ. എന്നാൽ വേരിയബിള് 7,000-ൻ്റെ 30% ആണ്. ഇപ്പം 2,100 ആണ് വരും. അത് ഇതുപോലെ തന്നെ ചെയ്യണം. 2,100 60% ആണെങ്കിൽ 50% കപ്പാസിറ്റിക്ക് എത്ര? 2,100 ഡിവൈഡ് ബൈ 60 ഇൻറ്റു 50 ആണ്. 50 സമം 1,750. അതുപോലെ ഇവിടെ 2,100 60% കപ്പാസിറ്റിക്കാണെങ്കിൽ 70ക്ക് എത്ര? 2,100 ഡിവൈഡ് ബൈ 60 ഇൻറ്റു 70 ആണ്. 70 ഈക്വൽസ് 2,450. ഇപ്പോൾ നോക്കിയേ, റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് അത് സെമി വേരിയബിളാണ്. അതിൽ ഫിക്സഡും ഉണ്ട് വേരിയബിളും ഉണ്ട്. അടുത്തായിട്ട് തന്നിരിക്കുന്നത് ഇലക്ട്രിസിറ്റിയാണ്. ഇലക്ട്രിസിറ്റി ടോട്ടൽ തന്നിരിക്കുന്നത് 25,200 ആണ്. അതിൻ്റെ 50% ഫിക്സഡ് ആണ്, 50% വേരിയബിൾ ആണ്. അപ്പോൾ ഫിക്സഡ് 25,200-ൻ്റെ 50% ആണ്. അപ്പം നേരെ പകുതി വരും. 25,200 25,200-ൻ്റെ നേരെ പകുതി എടുക്കുമ്പോൾ 12,600 വരും. 12,600. പെർസെൻറ്റേജ് ഓഫ് കപ്പാസിറ്റി കൂടിയാലും കുറഞ്ഞാലും ഫിഗർ 12,600 തന്നെ. അത് ഫിക്സഡാണ്. 12,600. നെക്സ്റ്റ് വേരിയബിൾ. അത് 25,200-ൻ്റെ 50%. 12,600. അത് ഇതുപോലെ കാണും. 12,600 60-ക്കാണെങ്കിൽ 50-ക്ക് എത്ര? 12,600 ഡിവൈഡ് ബൈ 60 ഇൻറ്റു 50 ഈക്വൽസ് 1,500. അതുപോലെ 12,600 ഡിവൈഡ് ബൈ 60 ഇൻറ്റു 70 ഈക്വൽസ് 14,700. 14,700. അതായത് 12,600 60-ക്കാണെങ്കിൽ 70-ക്ക് എത്ര? ഇപ്പോൾ സെമി വേരിയബിൾ ഇവിടെ രണ്ടെണ്ണമാണ്. ഒന്ന് റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ്, ഫിക്സഡ് വേരിയബിൾ. ദെൻ ഇലക്ട്രിസിറ്റി, ഫിക്സഡ് വേരിയബിൾ. നെക്സ്റ്റ് ഫിക്സഡ് ഓവർഹെഡാണ്. ഫിക്സഡ് ഓവർഹെഡ് അതേതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ തന്നിട്ടുണ്ട്. സാലറീസ് ഓഫീസ് എക്സ്പെൻസ് ഇൻക്ലൂഡിങ് സാലറീസ്. ഓഫീസ് എക്സ്പെൻസ് ഇത് ഫിക്സഡ് ആണ്. ഓഫീസ് എക്സ്പെൻസ് തന്നിരിക്കുന്നത് 70,000 ആണ്. അപ്പം എല്ലാ ഹെഡിലും 70,000.
70,000. നെക്സ്റ്റ് ഇൻഷുറൻസ്. ഇൻഷുറൻസ് 4,000. എല്ലാ ഹെഡിലും 4,000. നെക്സ്റ്റ് ഡിപ്രിസിയേഷൻ 20,000. ഡിപ്രിസിയേഷൻ 20,000. 20,000. ഇനി ഇതെല്ലാം കൂടെ ആഡ് ചെയ്യണം. ഇവിടെ 0 ഇവിടെ ആഡ് ചെയ്യുമ്പോൾ 10,500 10,500 പ്ലസ് 8,400 8,400 പ്ലസ് 4,900 4,900 പ്ലസ് 2,100 2,100 പ്ലസ് 12,600 12,600 പ്ലസ് 12,600 പ്ലസ് 70,000 പ്ലസ് 4,000 പ്ലസ് 20,000 ഈക്വൽസ് 1,45,100. 45,100. അതുപോലെ അടുത്ത 50% കപ്പാസിറ്റിയുടെ 8,750 8,750 പ്ലസ് 7,000 പ്ലസ് 4,900 4,900 പ്ലസ് 1,750 പ്ലസ് 12,600 12,600 പ്ലസ് 10,500 10,500 പ്ലസ് 70,000 പ്ലസ് 4,000 പ്ലസ് 20,000 ഈക്വൽസ് 1,39,500. ഇതുപോലെ 12,250 12,250 പ്ലസ് 9,800 9,800 പ്ലസ് 4,900 പ്ലസ് 2,450 പ്ലസ് 12,600 എല്ലാം കൂടെ കൂട്ടുമ്പോൾ 1,50,700. ഇത് ടോട്ടൽ OH ആണ്, ടോട്ടൽ ഓവർഹെഡാണ്. ടോട്ടൽ ഓവർഹെഡ് അറ്റ് 60% കപ്പാസിറ്റി 1,45,500, 50% കപ്പാസിറ്റി 1,39,500, 70% കപ്പാസിറ്റി 1,57,100. ആ ചോദ്യത്തിൽ ടോട്ടൽ ഓവർഹെഡ് മാത്രമല്ല ചോദിച്ചിരിക്കുന്നത്, ഓവർഹെഡ് റേറ്റാണ്. ഓവർഹെഡ് റേറ്റ്സ്, അതിനാണ് അവർ എസ്റ്റിമേറ്റഡ് ഡയറക്റ്റ് ലേബർ അവേഴ്സ് തന്നിട്ടുണ്ട്. എസ്റ്റിമേറ്റഡ് ഡയറക്റ്റ് ലേബർ അവേഴ്സ് അറ്റ് 60% കപ്പാസിറ്റി 1,20,000 ആണ്. അപ്പോൾ ഇവിടെ എസ്റ്റിമേറ്റഡ് ഡയറക്റ്റ്
ലേബർ ഹവേഴ്സ്. 60% കപ്പാസിറ്റിക്ക് ഇവർ തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് 1,20,000 അവേഴ്സാണ്. 1,20,000 അവേഴ്സാണ്. 1,20,000 അവേഴ്സ് 60% കപ്പാസിറ്റിക്കാണ്. അങ്ങനെയാണെങ്കിൽ 50% കപ്പാസിറ്റിക്ക് എത്രയാണെന്ന് ചോദിച്ചാൽ 1,20,000 ഡിവൈഡ് ബൈ 60 ആണ്, ഇൻറ്റു 50 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് 2,000 ഇൻറ്റു 50, 2,10, 1,00,000 അവേഴ്സ് വരും. 1,00,000 അവേഴ്സ്. ഇവിടെ 1,20,000 ഡിവൈഡ് ബൈ 60% കപ്പാസിറ്റിക്കാണെങ്കിൽ അത് 70% കപ്പാസിറ്റിക്ക്, 60% കപ്പാസിറ്റി. അപ്പോൾ ഇവിടെ വരുമ്പോൾ 2,000 ഗുണം 70, 1,40,000 അവേഴ്സാണ്. ഇത് അവേഴ്സ് നോക്കുക. ഇവിടെ തന്നിരിക്കുന്നത് 60% കപ്പാസിറ്റി അവേഴ്സാണ്, 1,20,000. അങ്ങനെയാണെങ്കിൽ 50ക്ക് എത്രയാണെന്ന് വെച്ചാൽ 1,00,000 അവേഴ്സ്, 70ക്ക് എത്രയാണെന്ന് വെച്ചാൽ 1,40,000 അവേഴ്സാണ്. ഇവിടെ ലേബർ റേറ്റാണ്. ഓൾസോ ഡിറ്റർമിൻ ദ OH റേറ്റ് എന്നാണ്. OH റേറ്റ് നമുക്ക് എടുക്കണമെങ്കിൽ ഇവിടെ ഓവർഹെഡ് റേറ്റ് സമം ഒരു ഫോർമുല ഇങ്ങനെ കൊടുക്കാം. ടോട്ടൽ ഓവർഹെഡിനെ ലേബർ ഹവേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ടോട്ടൽ ഓവർഹെഡ് ഡിവൈഡ് ബൈ ലേബർ, മൊത്തമുള്ള ചെലവിനെ ലേബർ അവേഴ്സ് കൊണ്ട് ഹരിക്കണം. അപ്പോൾ ഇവിടെ 60% കപ്പാസിറ്റി എടുക്കുകയാണെങ്കിൽ ടോട്ടൽ ഓവർഹെഡ് 1,45 ഒരു 100 അപ്പോൾ 1,45 ഒരു 100 ഡിവൈഡഡ് ബൈ 1,20,000 ആണ്, സമം 1,20,000 ആണ്. അതായത് 60% അപ്പോൾ കിട്ടുന്നത് 1.209 എന്നാണ്. അപ്പോൾ അതായത് 1.21 ആയിട്ട് എടുക്കാം. ഒരു മണിക്കൂറിൻ്റെ റേറ്റ് ₹1.21. അപ്പോൾ OH റേറ്റ് എങ്ങനെയാണ് കിട്ടുന്നത്? ടോട്ടൽ ഓവർഹെഡിനെ ലേബർ അവേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇപ്പം ലേബർ അവേഴ്സ് 60% കപ്പാസിറ്റിക്ക് തന്നിട്ടുണ്ട്, 1,20,000. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് കണ്ടു? 50% കണ്ടു, 70% കണ്ടു. എന്നിട്ട് ടോട്ടൽ OH അപ്പോൾ നോക്കി, 50% ടോട്ടൽ OH 1,39,600 1,39,500 ഡിവൈഡ് ബൈ 1,00,000 ആണ്. 1,00,000 എടുക്കുമ്പോൾ ₹1.39 വരും, 1.39. ഇവിടെ വരുമ്പോൾ ടോട്ടൽ OH 1,50,700 ഡിവൈഡ് ബൈ 1,40,000. ടോട്ടൽ OH 1,50,700 അപ്പോൾ 1,50,700 ഡിവൈഡഡ് ബൈ 1,40,000 ഈക്വൽസ് 1.07 ആണ്. ₹1.07. ഇതാണ് റേറ്റ്സ്. ഇവിടെ സൈഡിൽ എഴുതാം OH റേറ്റ്. ഇതാണ് OH റേറ്റ്. OH റേറ്റ് കണ്ടുപിടിക്കുന്നത് അപ്പം നമ്മൾ ആദ്യം ടോട്ടൽ ഓവർഹെഡ് കണ്ടു, പിന്നെ ഇവിടെ ഓവർഹെഡ് റേറ്റ് കൂടെ ചോദ്യത്തിലുണ്ട്. ആ ഓവർഹെഡ് റേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കിവിടെ എസ്റ്റിമേറ്റ് ലേബർ അവേഴ്സ് തന്നിരിക്കുന്നത്. ടോട്ടൽ OHനെ ലേബർ അവേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം നമുക്ക് 60% കപ്പാസിറ്റിക്ക് ₹1.21, 50% കപ്പാസിറ്റിക്ക്
1 രൂപ 39 പൈസ. 70% കപ്പാസിറ്റിക്ക് 1 രൂപ 7 പൈസ. ഫ്ലെക്സിബിൾ ബഡ്ജറ്റിൽ നമ്മളിപ്പോൾ 3 കണക്ക് ചെയ്തു. 3 പ്രാക്ടിക്കൽ പ്രോബ്ലം ആയിരിക്കും. ബാക്കിയുള്ള ഇല്ലസ്ട്രേഷൻ കണക്കുകളെല്ലാം നിങ്ങൾ തന്നെ വർക്കൗട്ട് ചെയ്യണം. ഓക്കെ.